ബിഗ് ബോസ് മലയാളം സീസൺ 7 രാവിലെ തന്നെ ലൈവിൽ അനുമോളും അനീഷും തമ്മിൽ അടി തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയിൽ കുക്കിങ്ങിന്റെ പേരിലാണ് അടി തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് രാവിലെ അടിയൊന്നും ഇല്ലല്ലോ എന്ന് കരുതി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് രാവിലെ തന്നെ ഒരു ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയിലാണ് കിച്ചൺ ടീമുകാർ തമ്മിലാണ് അടി വന്നിരിക്കുന്നത്. അനീഷും അനുവും അനു കിച്ചൺ കയറി അറിയാമല്ലോ, എല്ലാം അനുവിന് തന്നെ ചെയ്യണം, ഭരിക്കണം, ഒച്ചപ്പാട് ബഹളം. അനുവിൻ്റെ മോട്ടീവ് നല്ലതായിരിക്കും, എല്ലാവർക്കും ഭക്ഷണം കറക്റ്റായിട്ട് കിട്ടണം, വൃത്തിയിൽ ചെയ്യണം, ടേസ്റ്റോട് ചെയ്യണം, അതിന് സമാധാനം വേണം. അതൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒച്ചപ്പാട് എടുക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോൾ എന്താ വിചാരിക്കും, എന്താ ഈ കുട്ടി അടുക്കളയിൽ കിടന്ന് ഈ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നത്, ഒരു സമാധാനം കൊടുക്കുന്നില്ലല്ലോ ആർക്കും എന്നേ കരുതത്തുള്ളൂ. പക്ഷേ അനുമോളുടെ ഉദ്ദേശം നല്ലതാണെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ അത് വേറെ രീതിയിലേക്കാണ് വരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അനീഷിനോട് അരി വയ്ക്കാൻ പറഞ്ഞു. അനീഷിനാണെങ്കിൽ അരി വെക്കാൻ പേടിയാണ് ഒന്നാമത്തെ കാര്യം. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, 2 തവണ അനീഷ് അരി വെച്ചിട്ട് അടി പിടിച്ചിട്ടുണ്ട്. എന്നാൽ അനീഷിനെ അറിയാൻ പാടാത്ത ജോലി തന്നെ കൂടുതൽ അനീഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട് ജിസൻ്റെ കൂടെ നിന്നിട്ട്. എന്നാലും അത് വെക്കാൻ പറഞ്ഞപ്പോൾ അനീഷ് അരി വെച്ചു. ഒരു തവണ നമുക്കൊരു അബദ്ധം പറ്റിയെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, പിന്നീട് അത് ആവർത്തിക്കരുത് അല്ലേ. അനീഷ് ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്, കാരണം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി. അനീഷ് ആ ചുറ്റുവട്ടം തന്നെ ഉണ്ട്. ആ സമയത്താണ് അനുമോൾ വന്നിട്ട്, അനീഷ് ഏട്ടാ ഇതെന്താണിത്, ഫ്ലെയിം കൂട്ടിയിട്, ഗ്യാസ് എന്താ നിങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, എന്തൊക്കെ ഒച്ചപ്പാടുണ്ടാക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അനുമോൾക്കൊരു വിചാരമുണ്ട്, അനുമോൾക്ക് മാത്രം എല്ലാം അറിയാം. കാര്യം ശരിയാണ്, അനുമോൾക്ക് കുക്കിംഗ് ഒക്കെ അറിയാം എന്ന് കരുതി അനുമോൾ കിടന്ന് ആരും ഭരിക്കാൻ വരണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതാരായാലും പറഞ്ഞു പോകും. അനുവിനൊന്ന് സമാധാനത്തിൽ പറയാം. അനുവിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്, ഒച്ചപ്പാടുണ്ടാക്കും. എന്തിനാ ഇങ്ങനെ ഒച്ചുണ്ടാക്കി പറയുന്നത്, ചെറിയ അറിയാൻ പാടാത്ത കാര്യമൊക്കെ ആയിരിക്കും, അതൊന്ന് പറഞ്ഞു കൊടുത്താൽ പോരാ. ആ ഫ്ലെയിം എന്തിനാ എത്ര കുറച്ച് വെച്ചിരിക്കുന്നത്, കുറച്ച് കൂട്ടി വെച്ചൂടെ എന്ന് സമാധാനത്തിൽ ചോദിക്കുകയാണെങ്കിൽ ആ സമാധാനത്തിലുള്ള റിപ്ലൈ അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുമായിരിക്കാം. പക്ഷെ അനു പറയുന്നത്, അനു ഒച്ചപ്പാടെടുത്ത് ബഹളം ഉണ്ടാക്കി ഒക്കെ ചോദിക്കുമ്പോൾ തിരിച്ചും അതനുസരിച്ചുള്ള റിയാക്ഷനേ വരത്തുള്ളൂ. ഇത് കേട്ടിട്ട് അനീഷിൻ്റെ അടുത്ത് ഒച്ചപ്പാട് ബഹളമൊക്കെ വെച്ചിട്ട് നേരെ ഗാർഡൻ ഏരിയയിൽ പോവാണ്. അവിടെ പോയിട്ട് ഷാനവാസിൻ്റെ അടുത്തും അതിലെടുത്തും പറയണം, അനീഷേട്ടൻ പുറത്ത് കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നു, അയാൾ എന്താണ് ഇങ്ങനെ അരിയൊന്നും ഫ്ലെയിം കുറച്ചായിട്ടിരിക്കുന്നത്, കൂട്ടി വെക്കാൻ പറഞ്ഞതിനാൾ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നു, അനുമോൾക്ക് മാത്രം കുക്കിംഗ് അറിയാൻ പാടുള്ളൂ, അനുമോൾ അങ്ങനെ അനീഷ് പറയാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഇടയിൽ കുത്തിത്തിരികെ കയറ്റുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ അനീഷും അനുവും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു ചൊറിയാണ് ലൈവിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇതൊരു നിസ്സാരമായി കാണണ്ട, ഇതെന്തായാലും ഇതിനെ തുടർന്ന് മറ്റൊരു വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അനീഷിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അവൻ 2 തവണ അരി വെച്ചപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ട്, അടി പിടിച്ചു പോയിട്ടുണ്ട്, അത് പേടി കൊണ്ടാണ് അവൻ കുറച്ച് വെക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അനുവിനെ. പക്ഷേ അനു അതും ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യണു എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ ആക്കിയിരിക്കുന്നു. അനു സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനു ആതിരയുടെ കയ്യിൽ പെട്ടുപോയി. എന്ത് നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ കളിച്ചൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ആതിരയുടെ കൂടെ ചേർന്ന് എന്താ പറയുക, നൂറേനെ എങ്ങനെയാണോ ആദില ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വോയിസ് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്, അതേ രീതിയിലേക്ക് അനുവിനെ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ആദില കളിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അനുവും കളിക്കുന്നത്. അതേ അത്ര ചീപ്പായിട്ട് കളിക്കുന്നില്ല എങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് കളിച്ചൊരു കണ്ടസ്റ്റൻറ്റിനെ എങ്ങനെ അതിലൊക്കെ ഇങ്ങനെ ആക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതിനൊരു ക്ലൂ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതിന് പഴയ രീതിയിൽ തന്നെ കളിക്കുന്ന രീതിയിലാവട്ടെ എന്നാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്, മനസ്സിലാക്കിയാനും കളിക്കട്ടെ, എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.